ആയിട്ടാണോ അത്രയും റൊമാൻറ്റിക് ആയത്? നിങ്ങൾ ചോദിക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം നമ്മളോട് വന്നപ്പോ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് ഒന്നും അല്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ പേഴ്സണൽ ലൈഫ് നടക്കുന്ന ചോദിക്കല്ലോ. കാര്യമൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ അത് ചോദിച്ചത് തെറ്റാണ്, അത് ശരിയല്ല അത് കാണിക്കുന്നത് കേട്ടോ. പേഴ്സണൽ ലൈഫും കൂടി നമ്മൾ ഇന്റർവ്യൂല് ഇല്ല ചോദിക്കുമല്ലോ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ, കലയെ കുറിച്ച് ചോദിക്കാന്നുണ്ട്, മറ്റു അല്ലെ, പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതെ, നിന്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാൽ നീ പറയോ, പിന്നെ എന്റെ ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണം? ചേട്ടാ അങ്ങനെയല്ല, നമ്മള് പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കുമല്ലോ, ഇന്റർവ്യൂ അല്ലേ. എങ്ങനെ ചോദിക്കുന്നു? അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ കലയെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. ഇതൊരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഓ, ഇത് ചൂടാവണ്ട. എന്ത് ചൂടാവണ്ട? പിന്നെ ഇങ്ങനെ വിളിച്ചു കൊടുത്ത് ഇങ്ങനത്തെ വർത്തനൊക്കെ പറഞ്ഞ പിന്നെ അങ്ങനെ ചൂടാതിക്കണം. ഹായ്. കലാരംഗത്ത് മികവ് തെളിയിച്ച നിരവധി കലാകാരന്മാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളക്കര. ഇപ്പൊ മലയാളികൾ സിനിമ പോലെ തന്നെ അംഗീകരിച്ച മറ്റു കലകളാണ് മിമിക്രിയും, വൺ മാൻ ഷോയും, ഫിഗർ ഷോ ഒക്കെ. അങ്ങനെ തന്റെ കഴിവ് തെളിയിച്ച് വിജയിച്ച ഒരു കലാകാരനെയാണ് നമ്മളിപ്പോ ഇന്ന് പരിചയപ്പെടുന്നത്. ജിനേഷ് ചന്ദ്രോദയം. ജിനേഷ് ചേട്ടാ സ്വാഗതം. അപ്പൊ കലാകാരൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ജിനേഷ് ചേട്ടനെ, ഒരു സയന്റിസ്റ്റ് പോലെയാണ്. ഇപ്പൊ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. കലയിലാണ് ഇപ്പൊ റിസർച്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം ജിനേഷ് ചേട്ടൻ പറഞ്ഞ ഷാഡോ ആർട്ടിസ്റ്റ് ആണ്, അഭിനേതാവാണ്, കണ്ടന്റ് റൈറ്റ് ചെയ്യും. അപ്പൊ അതൊന്നും പോരാഞ്ഞിട്ട് ഫിഗർ ഷോസ്, അതിൽ തന്നെ വെറൈറ്റീസ് ആണ് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറ്. അതുകൊണ്ടാണല്ലോ കൂടുതൽ ഷോസും കിട്ടുന്നല്ലേ. അപ്പൊ ജിനേഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു കലാരംഗത്തിലേക്ക് എത്തുന്നത് പറയാം? ഞാൻ 3ാം ക്ലാസ് മുതൽ ഈ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. തബല, മൃദംഗം, എഴുതും, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ചെയ്യും. മ്യൂസിഷ്യനും കൂടിയാണ്. അതെ, പാട്ട് എഴുതും, സംഗീതം ചെയ്യും, ഒക്കെ ചെയ്യും. ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മള് പണ്ടൊക്കെ കേട്ടും കണ്ടൊക്കെ പാട്ട് പാടുവോ? പാട്ട് പാടുന്നു. ഇപ്പൊ കൂടുതലും എന്തെങ്കിലും പാട്ട് എഴുതിക്കാൻ സംഗീതം ചെയ്യുമ്പോൾ മാത്രമേ പാടി കൊടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ പാട്ട് പാടാറില്ല. പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ലളിതഗാനം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ പാട്ട് പാടിയിട്ടുള്ളൂ. അപ്പൊ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ എല്ലാ ഐറ്റത്തിലും ഉണ്ടാവുന്ന ഒരു എല്ലാതും ആയിട്ടുണ്ട്. നാടകം, മിമിക്രി എല്ലാം ഉണ്ട്. മോണോ ആക്ട്, തബല. അപ്പൊ 3ാം ക്ലാസ് മുതലാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്? അതെ, തുടങ്ങിയത്. ഡാൻസിലാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ ഒരു 6 കഴിയുമ്പോഴാണ് മിമിക്രിയിലേക്ക് പോകുന്നത്. 6ാം ക്ലാസ് മുതൽ മിമിക്രി. അപ്പൊ മിമിക്രി എങ്ങനെയാ, നടന്മാരെയാണോ അതോ? അല്ല, മോണോ ആക്ട്. ആദ്യം മോണോ ആക്ട് തുടങ്ങിയത്. മോണോ ആക്ട് കഴിഞ്ഞിട്ട് പിന്നെ നടന്മാര്, ശബ്ദാനുകരണമാണ്. പിന്നെ മിമിക്രി എന്ന് പറഞ്ഞ ശബ്ദാനുകരണം അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കൊണ്ടുവന്നത്. അല്ല, അപ്പൊ ഈ ഒരു സ്റ്റേജ് ഷോ പോലെയൊക്കെ ചെയ്ത് തുടങ്ങിയത് അതന്നെ ആ ഒരു സമയത്ത് തന്നെയാണ്. 6ാം ക്ലാസ് തന്നെ ചെയ്യും? അല്ല, 3ാം ക്ലാസ് മുതൽ സ്റ്റേജ് ഷോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡാൻസ്, പിന്നെ പ്രൊഫഷണൽ ടീമിലേക്ക് ഞാൻ പോയി കളിച്ചിട്ടുണ്ട്. ഈ ഒരു കലാജീവിതത്തിൽ എത്ര വർഷം ചോദിച്ചാൽ എത്ര വർഷം പറയും? 32 വർഷം കഴിഞ്ഞു മൊത്തം. 32 വർഷം കഴിഞ്ഞു. 32 വർഷത്തെ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു കലാകാരനാണ്. അപ്പൊ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, തന്റെ കഴിവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പറയാമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഫിഗർ ഷോ ഇഷ്ടമുണ്ട്. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങള്, പിന്നെ അതിനെ പറ്റി സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ അറിയാം. കാരണം പ്ലാസ്റ്റിക് കവർ സാധാരണ നമ്മൾ എന്താ ഉപയോഗിക്കുന്നു, കളയുന്നു, കൂടി പോയാൽ റീയൂസ് ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ നമ്മള് ഹരിതകർമ്മസേന വരുന്ന ചേച്ചിമാർക്ക് എടുത്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് മിമിക്രി ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അത് ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളുകളൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ഡെസ്കിലൊക്കെ കൂട്ടും. പിന്നെ മരട് വെടിക്കെട്ട് നമ്മുടെ അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്, മരട് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുക. അന്നൊന്നും പിന്നെ മീഡിയയും ഇല്ല, ആളുകളും ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആരില്ലാത്തതുകൊണ്ട്. അതിപ്പോ എത്ര വയസ്സിലാണ് അന്ന് പണ്ട് ചെയ്തത്? അത് എത്രയോ 3-ലൊക്കെ, അത് ഈ ക്ലാസ് സമയം 3-4. പക്ഷെ അങ്ങനെ അന്നൊന്നും വലിയ സംഭവമില്ലായിരുന്നു. പിന്നീട് ആ സംഭവം ഞാനിപ്പോ ആലോചിച്ചിട്ടാണ് ഇതിപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. ആലോചിക്കും ആലോചിക്കുക പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും കൂടി ഞാൻ ഓരോ കവറുകളിൽ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ഞാൻ കണ്ടു. കവറുകൾക്ക് വ്യത്യാസം ഉണ്ടല്ലേ? ഉറപ്പായിട്ടുണ്ട്. കാരണം കവറുകൾ നമ്മളിപ്പോ ഒരുപാട് നേരത്തെ ചാനലിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, എഫക്റ്റ് കണ്ടു. പക്ഷെ അത് എന്ത് പേപ്പറിലാണ്, എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കമന്റ് എനിക്ക് വന്നായിരുന്നു, ഇത് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അന്ന് വെടിക്കെട്ട് ചെയ്തിട്ടില്ല, ആപ്പി ഓട്ടോറിക്ഷ പോകുന്നതും ആരും ചെയ്തിട്ടില്ല. അപ്പോഴും ഈ എന്തോ തീ കത്തുന്നതും അങ്ങനെ സംഭവമൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോഴത് എന്ത് പേപ്പറിലാണ് അത് ആ ശബ്ദം ചെയ്യുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ വന്നിട്ടാണ് എല്ലാവർക്കും പറഞ്ഞത്, ഇന്ന പേപ്പർ കൊണ്ട്, ഇന്ന കവർ കൊണ്ട് ഇന്ന സാധനം ചെയ്യാൻ പറ്റും. പുട്ടുപൊടിയുടെ പാക്കറ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുട്ടുപൊടിയുടെ പാക്കറ്റ് കൊണ്ട് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്? ആപ്പി ഓട്ടോ പോകും, പിന്നെ തയ്യൽ മെഷീൻ വർക്ക് ചെയ്യും, പിന്നെ മറ്റേ നമ്മുടെ മെഷീൻ കണ്ട് വർക്ക് ചെയ്യും, അങ്ങനെ കുറച്ച് സംഭവം. മിമിക്രി അപ്പൊ രക്തത്തിലുള്ളതാണ്. ഫാമിലി വേറെ ആരെങ്കിലും ഇങ്ങനത്തെ കലാപരമായിട്ട്? അച്ഛൻ, വലിയച്ഛൻ, അപ്പൂപ്പൻ, പിന്നെ എന്റെ ചേട്ടൻ, സ്വന്തം ചേട്ടൻ, വലിയച്ഛന്റെ മോൻ, എല്ലാരും ഈ കലാരംഗത്ത് തന്നെയുള്ള. പിന്നെ വൈഫാണെങ്കിലും പിള്ളേരൊക്കെ ഇദ്ദേഹത്തിന്റെയൊക്കെ ചെറിയ ചെയ്തോണ്ടിരിക്കും. ഫിഗർ ഷോസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഏത് ഫിഗർ ആയിരിക്കും? അത്
പണ്ട് പണ്ടത്തെ നടന്മാരാണ് കൂടുതലും ചെയ്തോണ്ടിരുന്നത്. വിൻസെന്റ് അങ്ങനെയുള്ള സത്യൻ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ചെയ്തോണ്ടിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ അപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഡാൻസ് കളിക്കുമ്പോ ഏറ്റവും ഇഷ്ടം കുഞ്ചാക്കോ ബോബൻ. ചാക്കോച്ചന്. ചാക്കോച്ചന്റെ ആ ഒരു എന്താ പറയാ ചോക്ലേറ്റ് ബോയ് ലുക്ക് അതുള്ളതുകൊണ്ടാണോ അതോ നീ റൊമാൻറ്റിക് ആ ടൈപ്പ് ആണോ ചേട്ടൻ? കാരണം 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചുന്ന ഒരു കഥ ഞാനും കേട്ടു. അതെ അതെ അതെ. ഇപ്പൊ ചാക്കോച്ചനെ ഇൻസ്പയർ ചെയ്തിട്ടാണോ അത്രയും റൊമാൻറ്റിക് ആയത്? തീർച്ചയായിട്ടും. കാരണം അന്നത്തെ ഇവരെയൊക്കെ അന്നൊക്കെ കുഞ്ചാക്കോ ബോബനൊക്കെ നമ്മളൊക്കെ അന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കാണ് ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇവരായിരുന്നു നമ്മൾ അന്നത്തെ ഹീറോസ്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ ഒരുപാട് വാച്ച് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയായിരുന്നു. ലവ് സ്റ്റോറി ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? സ്കൂളിൽ തന്നെ പഠിക്കുന്ന സമയത്താണ് കല്യാണം കഴിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് പറയാറില്ല. വളരെ ചെറുപ്പത്തിൽ എല്ലാം കഴിച്ചു. ഇപ്പൊ സന്തോഷത്തോടെ നിൽക്കുന്നു. ഇപ്പൊ ഈ ചേട്ടന്റെ ഈ കഴിവുകളെ കണ്ടിട്ട് ചേച്ചി ഫ്ലാറ്റ് ആയതാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് എന്താ പറയാ, കുഞ്ചാക്കോ ബോബന്റെ ഫിഗർ ചെയ്തിട്ട് വീഴ്ത്തിയതല്ലേ? അങ്ങനെയൊന്നുമില്ല. അതൊന്നും ഇതൊന്നും അത്രക്കൊന്നുമില്ല. ഇല്ല. ഇപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ഒക്കെ. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ അതിലേക്ക് കൂടി വന്നത്. ഇപ്പൊ സിനിമ ചിന്തിച്ചിട്ടില്ല? ഉണ്ട്. സിനിമയിൽ 2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നാടോടി മന്നൻ എന്ന ദിലീപന്റെ പടത്തിൽ ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. അല്ല, അത്യാവശ്യം ക്യാരക്ടർ ഒക്കെ ഉണ്ട്. പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞ കുറെ ഭാഗങ്ങളും കട്ട് ചെയ്തതാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കൊണ്ട് മിമിക്രി ചെയ്യുമ്പോ ഇപ്പൊ പുട്ടുവട പാക്കറ്റ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? അത് നമ്മൾ ഈ ആപ്പ ഓട്ടോറിക്ഷ പോകുന്ന ശബ്ദമുണ്ട്, അടിച്ചടിച്ച് പോകുന്ന ശബ്ദമുണ്ട്, അത് അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്ത് ചെയ്യാം? പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ തയ്യൽ മെഷീൻ, പണ്ടത്തെ ചവിട്ടി തയ്യൽ മെഷീൻ ഉണ്ട്, അതിന്റെ ശബ്ദം ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് കണ്ടോക്കിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മൾ കണ്ടു. വേറെ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ വെടിക്കെട്ട് ചെയ്യും. വെടിക്കെട്ട്, മാലപ്പടക്കം പൊട്ടുന്നത്, മാലപ്പടക്കം കൊണ്ടുകൂടി മിക്സ് ചെയ്ത് ഒരു പൊട്ടുന്ന സംഭവം പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് വെടിക്കെട്ട് തൃശ്ശൂർ പൂരൊക്കെ പോലെ. അതെ. അപ്പൊ പിന്നെ എന്തെങ്കിലും കേൾക്കണം, അതൊന്ന് കണ്ടോക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പുട്ടുപൊടിയുടെ കവറത്ത് നമ്മൾ മെഷീൻ കണ്ണ് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അത്ര സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഏകദേശം ഒരു ഇത് ആവറേജ് സൗണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. കേട്ടോക്കല്ലേ? പിന്നെന്താ. കുഞ്ചാക്കോ ബോബനെ എപ്പോഴും ചെയ്തിട്ടാണോ ഈ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത്? അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. നമ്മള് വളരെ ഇഷ്ടപ്പെട്ട് കൊണ്ടൊന്നും, അല്ലാതെ അന്നൊന്നും കുഞ്ചാക്കോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ല. എന്തുകൊണ്ടാവും 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത്? അപ്പൊ അതിപ്പോ വളരെ ചെറുപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലേ? അപ്പൊ വൈഫ് എന്ന് പറയുമ്പോ അതിലും പ്രായം കുറവായിരിക്കില്ല. അപ്പൊ അതൊക്കെ ഈ ലീഗലി സെറ്റ് അല്ലേ? അതിപ്പോ നിങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പോ ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഇതൊന്നുമില്ല. കാരണം നമ്മളോട് വന്നപ്പോ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് ഒന്നും അല്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ പേഴ്സണൽ ഇപ്പൊ നിങ്ങൾ അത് ചോദിച്ചത് തെറ്റാണ്, അത് ശരിയല്ല, അത് കാണിക്കുന്നത് കേട്ടോ. പേഴ്സണൽ ലൈഫും കൂടി നമ്മൾ ഇന്റർവ്യൂവിൽ ഇല്ല, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ? കലയെ കുറിച്ച് ചോദിക്കാനുണ്ട്, മറ്റുള്ള അല്ലെ? പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതെ, നിന്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാൽ നീ പറയോ? പിന്നെ എന്റെ ഈ പേഴ്സണൽ കാര്യങ്ങൾക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണം? ചേട്ടാ, അങ്ങനെയല്ല, നമ്മള് പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കുമല്ലോ, ഇന്റർവ്യൂ അല്ലേ? എങ്ങനെ ചോദിക്കുന്നു? അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കലയെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. ഇതൊരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഇത് ചൂടാവണ്ട. എന്ത് ചൂടാവണ്ട?
പിന്നെ ഇങ്ങനെ വിളിച്ചു കൊടുത്ത് ഇങ്ങനത്തെ വർത്തനൊക്കെ പറഞ്ഞ പിന്നെ ഞങ്ങൾ ചൂടാതിക്കണം. ഇല്ല സമാധാനം, നമുക്ക് ശരി വേറെ വേറെ വിഷയം സംസാരിക്കാം. ഓക്കെ, അത് വിടാം. ഇപ്പൊ ഷാഡോ ആർട്ടിസ്റ്റ് എന്ന് പറയത്തുണ്ടല്ലോ, അപ്പൊ ഈ ഷാഡോയില് ഏറ്റവും അധികം ഇപ്പൊ ചേട്ടൻ ചെയ്യുന്നത് ഇപ്പോ ആക്ടേഴ്സ്, അതേപോലെ തന്നെ രാഷ്ട്രീയ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? അതായത് ഞാൻ സൂര്യൻ, നമ്മള് രാവിലെ എത്തിയിട്ട് സൂര്യന്റെ ഒരു നിഴല് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതിൽ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യാലോ, കാരണം ഫിഗർ ഷോ എന്ന സംഭവങ്ങൾ ഫിഗർ ഷോ മാത്രം അതിന് വ്യത്യസ്ത ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് എന്തുകൊണ്ട് ഫിഗർ ഷോ കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ ഞാൻ ഈ സാധനം കൊണ്ടുവന്നത്. ഇപ്പൊ ഓൾറെഡി ഫിഗർ ഷോസ് ചെയ്യുന്നോണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത് തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ ഈ ചെറുപ്പത്തിൽ നമ്മള് പറയുമല്ലോ നിഴൽ നോക്കി കളിക്കരുത്, വട്ടായി പോകുന്നൊക്കെ. അപ്പൊ നിഴലിനെ കൊണ്ട് ഇത്രയും അധികം ഫേമസ് ആവാൻ പറ്റുന്ന അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ചെയ്ത് നോക്കണേ ഉള്ളല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് പിന്നീട് ജനങ്ങളല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ഈ ചേട്ടാ എന്ത് പരീക്ഷണം ചെയ്യണമെങ്കിൽ ആദ്യം ആരുടെ മുന്നിൽ കാണിക്കാറ്? അതെന്റെ വൈഫും എന്റെ പിള്ളേരും. അവരാണ് ഫുള്ള് സപ്പോർട്ട്. അവരാണ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവര് നല്ലതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതും കൊണ്ട് എടുക്കത്തില്ല, കാരണം അവർക്ക് അവരുടെ അറിയാം. അത് കാരണം ഒരു പ്രേക്ഷകരെന്ന രീതിയിലാണ് അവരത് പറയുന്നത്. ഇപ്പൊ അവര് നല്ലതാന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും അധികം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളത്. സത്യമാണ്. സത്യമാണ്. ഇപ്പൊ ഈ ഷാഡോ ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാളും ഉപരി ഇപ്പൊ ചേട്ടൻ ആക്ടിങ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് അത് എന്തെങ്കിലും കുറച്ച് ഇപ്പൊ ഫിഗേഴ്സിന്റെ തന്നെ എന്തെങ്കിലും കുറച്ച് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ആദ്യം ആരായിരിക്കും ചെയ്യാം? സുഭാഷ് ചന്ദ്രബോസ്. ഇഷ്ടമാണോ? കുഴപ്പമില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാ ഈ ചിത്രങ്ങളിലും ഇതിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ചെയ്തോ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ചെയ്യുമ്പോ നന്നായിട്ടുണ്ടെന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ? അതെ, തീർച്ചയായിട്ടും ജനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവരൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത് തന്നെ. ജീവിത സൗഭാഗ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ ചേട്ടനെ ഏറ്റവും ഫേമസ് ആക്കിയത് ജിംബ്രുട്ടനാണ്. ഇല്ല, അതിനു മുമ്പ് സിനിമാ താരങ്ങളുടെ ഡാൻസ് കളിച്ചിട്ടാണ് ആദ്യം ഫസ്റ്റ് എല്ലാവരും അറിയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം വന്ന ചാനൽ ഏതാണ്? ഏറ്റവും ആദ്യം കൈരളി ടി വി ആണ് വന്നത്. അതിനുശേഷമാണ് ഈ മനോരമയിലും അങ്ങനെയുള്ള ചാനലൊക്കെ വന്നത്. കൈരളി ഏതായിരുന്നു ഷോ? മില്ലേനിയം സ്റ്റാർസ്, ജഗബോഗ, അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോമഡി ഉത്സവത്തിലാണ് ഫ്ലവേഴ്സിലുള്ള കോമഡി ഉത്സവത്തിൽ വന്നപ്പോഴാണ് ഏറ്റവും അധികം ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അത് ജിംബ്രൂട്ടനായിട്ട് വന്നപ്പോഴാണോ അതോ കോമഡി ഉത്സവത്തില് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്? പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ട് പിന്നെ ജിംബ്രൂട്ടിലാണ് അതിലേറെ ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അപ്പൊ അവിടെ ആദ്യം ഒരു പ്രോഗ്രാം ചെയ്യേണ്ടി വന്നിട്ട് പിന്നെ ആ ഫാമിലി മെമ്പർ ആയി ജിംബ്രൂട്ടനായിട്ട്. അതെ, തീർച്ചയായിട്ടും. ജിംബ്രൂട്ടനായിട്ട് ഇപ്പൊ ഫ്ലവേഴ്സിൽ മാത്രമല്ലാതെയും പല ഷോസിനും പോവാറില്ലേ? പോവാറുണ്ട്. ഇനോഗ്രേഷൻസ്, പിന്നെ അതുകൊണ്ട് കുട്ടികളുടെ മാത്രമുള്ള സെപ്പറേറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ സ്റ്റാർ ആണല്ലോ. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ളതില് ഇപ്പൊ ഏത് ചാനലിലെ ഏത് ഷോ ആണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അത് ജിംബ്രൂട്ടിന്റെ ഈ പ്രോഗ്രാം ടോപ്പ് സിംഗർ തന്നെയാണ്. ബാക്കി മുന്നേ ചെയ്തിരുന്നൊക്കെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടീമൊക്കെ ആയിട്ടല്ലേ ചെയ്തിരുന്നത്? ആദ്യമൊക്കെ നമ്മൾ ടീം അങ്ങനെയൊക്കെയാണ്. പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇതില്. നമ്മള് എന്താ പറയാ, പറയാൻ പാടില്ല, എന്നാൽ പോലും പറയാ, ഇതില് വന്നു കഴിയുമ്പോൾ ടീമായിട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളൊക്കെ നമ്മളൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ നാൾക്ക് മുമ്പ് വരെ. പിന്നെ നമ്മള് അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കെല്ലാം ഷോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഒരുപാട്. നമ്മൾ ടീമായിട്ട് വന്നിട്ട് പോലും മാറ്റും. നമുക്ക് ആദ്യം പറഞ്ഞ പേരൊന്നും എടുത്ത് പറയാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് അവർക്ക് നമുക്ക് അറിയാൻ ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. തീർച്ചയായും. അപ്പൊ ഈ കലാരംഗത്ത് ഇപ്പൊ നമ്മള് സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇത്ര കാലത്തുള്ള ഒരു എക്സ്പീരിയൻസിൽ ചേട്ടനും അങ്ങനെ ഒരു അനുഭവം ഇപ്പൊ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു മാറ്റി നിർത്തൽ തന്നെയാണ് ഇതും. അപ്പൊ അത് ചെയ്തത് ആരാന്ന് പറയാൻ താല്പര്യമുണ്ടോ? ഒരിക്കലില്ല, കാരണം ഒരു ദിവസം ഞാൻ പറയും, നമ്മളിപ്പോ പറയാൻ ശരിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഷോയിലൂടെ ഫസ്റ്റ് പറയാൻ താല്പര്യം ഉണ്ടാവും? ഇല്ല. എന്താ, പക്ഷെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്, പക്ഷെ ആരാന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പൊ പറയില്ല, കാരണം ഇപ്പൊ പറഞ്ഞ മൊത്തം സംഭവമായി മാറും. നമ്മളിപ്പോ ഒന്നും ആയിട്ടില്ല. എനിക്ക് ആകേണ്ട സമയമാകുമ്പോ നമ്മളെ നിലനിൽപ്പിനെ അതൊരു ഉറപ്പായിട്ടും ബാധിക്കും.
അപ്പൊ ഇത്രയധികം ഷോസും പ്രോഗ്രാംസ് ഇപ്പൊ ടിവിയിലൊക്കെ നിറയെ വന്നിട്ടുണ്ടല്ലോ. ആ, അപ്പൊ ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവാറുണ്ടോ? ഉണ്ട് 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 അപ്പൊ ഉണ്ട്. അടുത്തൊന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. അപ്പോഴൊരു ഫീലിംഗ് എന്താണ്? അയ്യോ ഭയങ്കര സന്തോഷമാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മൾ അറിഞ്ഞു, നമ്മളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇതാണെന്നെങ്കിലും അവർ നമ്മുടെ അടുത്ത് വരത്തില്ല. നമ്മൾ അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്ത് ആര് പോകണം, അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും വരും, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കും. അങ്ങനെ വീട്ടിലും പോയി സംസാരിക്കുമ്പോൾ അവർക്ക് അതിലേറെ സന്തോഷം. ഇപ്പൊ വീട്ടിൽ ഇതെന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര ഓ ഇതാവില്ലേ? ഉറപ്പായിട്ടും ആ ഒരു സന്തോഷമാണല്ലോ നമ്മളിപ്പോഴും ഇതിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ചേട്ടൻ ഷാഡോ ആർട്ടിസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ മിമിക്രി, ഈ ഫിഗർ ഷോ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ആ, അപ്പൊ ഇതില് എപ്പോഴും കണ്ടുപിടിക്കുന്ന ആ ഒരു പുതിയ കാര്യല്ലേ, ആ, അതിലിപ്പോ ലാസ്റ്റ് കൊണ്ടുവന്നതാണല്ലോ ഒരു ചീർപ്പ് വെച്ചിട്ട്, ഒരൊറ്റ ആ, ചീർപ്പ് വെച്ചിട്ട് കുറച്ചധികം സംഭവങ്ങള്. ആ. അതെന്താന്ന് പറഞ്ഞോ? അത് റേസിംഗ് ബൈക്ക് പോകുന്ന സംഭവമാണ്. അതിൽ നമ്മൾ ഓരോരോ ഇതിലും പല ശബ്ദങ്ങളാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെ ഓടിപ്പോകുന്നത്. അത് ആ ചീപ്പിലാണ് അതിലിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാണാം കാണാം. അപ്പൊ ഈ കലാരംഗത്തിലേക്ക് എത്തിപ്പെടാൻ പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Yes. അപ്പൊ ചേട്ടൻ അതിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. എല്ലാവരും നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ളൂ. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ അടുത്തൊരു സ്റ്റേജിൽ ചെയ്തിരുന്നു. അന്ന് അലക്സ് മുല്ലാപ്പറമ്പ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളി മിമിക്രിയുടെ മെയിൻ ഒരാളാണ്. പുള്ളി അവിടുത്തെ കോർഡിനേറ്ററാണ്, അവിടുത്തെ മെയിൻ ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഒരുപാട് ജില്ലകളിൽ പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ടുള്ളത്. അന്ന് മുതൽ ഞാൻ പ്രൊഫഷണൽ രംഗത്തേക്ക് കൊണ്ടുവന്നത് ആ പുള്ളിക്കാരനാണ്. ഇപ്പൊ ഏറെക്കുറെ പറയുകയാണെങ്കിൽ നമ്മളെ നിവിൻ പോളി പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാൽ അതെ അതെ അതെ. അങ്ങനെ പറയാല്ലേ. പറയാം. ഇപ്പൊ മാറ്റി നിർത്തലെല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഇപ്പോഴും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തോന്നുകൊണ്ടിരിക്കുകയാണ്. മാവേലി ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ടായത് പോണ സമയത്തല്ലേ. അതെ അതെ അതെ. മാവേലിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് നടന്മാരെ കാണാൻ പറ്റി അങ്ങനെ. അതെ അതെ അതെ. ഇപ്പൊ മല്ലിക ചേച്ചിയുടെ കൂടെ ഒക്കെ ഒരു ഷോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. കാരണം അവരെയൊക്കെ എനിക്ക് അറിയത്തില്ല. അറിയാൻ ഒരുപാട് പേര് എനിക്കുണ്ട്. ഷോസിൽ ഉൾപ്പെടെയുള്ള ആളുകളേക്ക് നേരത്തെ അറിയാം. പിന്നെ അനന്യയായിട്ട് സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, നാടോടി മണ്ണെല്ലാം അതെ. അങ്ങനെ അറിയാം. അങ്ങനെ കുറച്ച് പേരെയൊക്കെ അറിയാം, കുറെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഒരു ഇപ്പൊ ഭാഗ്യം. സിനിമയിലേക്ക് കയറാൻ ഈ കോണ്ടാക്ട് സഹായിച്ചിട്ടുണ്ടാവില്ലേ? ഇനിയുള്ള പടങ്ങൾ ഇപ്പോ ചെയ്യാനൊക്കെ ആ വേണ്ടിട്ട്. ഇനിയുള്ള നമുക്ക് കുറച്ച് പേര് നമ്മൾ ഇത് സഹായിക്കാനൊക്കെ പറ്റും. കാരണം ആ ഒരു രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വന്ന് നമ്മൾ സഹായിക്കും. നമ്മളായി നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം ആദ്യം അല്ലേ? അതെ 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 തീർച്ചയായും. അത് എന്തായാലും ചെയ്യുന്നുണ്ട് നല്ല അതെ രീതിക്ക്. അതെ. അപ്പോ എന്തായാലും ചേട്ടന്റെ ഈ ഒരു ഗവേഷണങ്ങൾ ഇനിയും പുരോഗമിക്കട്ടെ. കാരണം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. Thank അപ്പൊ you. നമുക്കും ചേട്ടന് എപ്പോഴും ആ ഒരു പ്രതീക്ഷയുണ്ട്, എപ്പോഴും ഒരു പുതിയത് എന്തെങ്കിലും കാണാൻ കഴിയുന്നുള്ളത്. അപ്പൊ ഇനിയും നല്ല നല്ല ഐഡിയാസ് തലയിൽ ഉദിക്കട്ടെ. Thank you. ഓൾ ദ വെരി ബെസ്റ്റ് Thank ആൻഡ് you. താങ്ക് യു. ബൈ.